രാജ്യത്ത് ദീർഘദൂര ട്രെയിൻ യാത്രകൾക്ക് ഇനി മുതൽ ചെലവേറും. 6 മാസത്തിനിടെ 2ാം തവണയാണ് റെയിൽവേ നിരക്ക് കൂട്ടുന്നത്. പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമാണ് പുതിയ നടപടിയെന്ന് റെയിൽവേ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതുക്കിയ നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. പ്രീമിയം ട്രെയിനുകളായ വന്ദേ ഭാരത്, രാജധാനി, ശതാബ്ദി, തേജസ്, തുരന്തോ, ഹംസഫർ, അമൃത് ഭാരത്, ഗതിമാൻ, ഗരീബ് രഥ്, ജനശതാബ്ദി, നമോ ഭാരത്, റാപ്പിഡ് റെയിൽ എന്നിവയിലാണ് ഇന്നു മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത്. ഡിസംബർ 26 മുതലോ അതിനുശേഷമോ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് പുതുക്കിയ നിരക്ക് ബാധകമാകുക. AC, non-AC ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 2 പൈസ വീതമാണ് വർദ്ധിപ്പിച്ചത്. സ്ലീപ്പർ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, AC ചെയർ കാർ, AC 3 ടയർ, 2 ടയർ, AC ഫസ്റ്റ് ക്ലാസ് എന്നിവയിലെല്ലാം മാറ്റമുണ്ടാകും. 500 കിലോമീറ്റർ ദൂരമുള്ള non-AC മെയിൽ എക്സ്പ്രസ് യാത്രയ്ക്ക് ഇനി മുതൽ ഏകദേശം 10 രൂപ അധികം നൽകേണ്ടി വരും. മെട്രോ നഗരങ്ങളിലെ സബർബൻ സർവീസുകൾക്കും സീസൺ ടിക്കറ്റുകാർക്കും നിരക്ക് വർധന ബാധകമല്ല എന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഡിസംബർ 26 മുൻപ് ടിക്കറ്റ് എടുത്തവർക്ക് യാത്ര അതിനുശേഷമാണെങ്കിലും അധിക തുക നൽകേണ്ടതില്ല. റിസർവേഷൻ ചാർജ്, സൂപ്പർഫാസ്റ്റ് സർചാർജ് എന്നിവയിൽ മാറ്റമില്ല. GST നിയമങ്ങളിലും മാറ്റം വരുത്തിയിട്ടില്ല. യാത്രക്കാരുടെ സൗകര്യവും 10 വർഷത്തിനിടെ റെയിൽവേ ശൃംഖലയും പ്രവർത്തനങ്ങളും ഗണ്യമായി വികസിപ്പിച്ചത് മൂലമുള്ള ചെലവുകളും നേരിടാനാണ് നിരക്ക് വർധനയെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. അതേസമയം തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ്, മംഗളൂരു എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിലെ ഭക്ഷണ മെനുവിൽ കാതലായ മാറ്റങ്ങൾ വരുത്താനും പദ്ധതിയിടുന്നു. യാത്രക്കാർക്ക് മികച്ച ഭക്ഷണ അനുഭവം നൽകുന്നതിനായി കൂടുതൽ വിഭവങ്ങൾ ഉൾപ്പെടുത്താനാണ് റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ഭക്ഷണം വിതരണം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ കാസിനോ എയർ കേറ്ററേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് സർവീസസ് ആണ് ഈ ട്രെയിനുകളിലെ കാറ്ററിംഗ് നിർവഹിക്കുന്നത്. മലയാളികളുടെ തനത് രുചികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുതിയ മെനു തയ്യാറാക്കുന്നത്. ഇതിനായി IRCTC-യുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് CAFS CEO VB രാജൻ അറിയിച്ചു. ഉച്ചഭക്ഷണ മെനുവിൽ മലബാർ ദം ബിരിയാണി, തലശ്ശേരി ബിരിയാണി എന്നിവ ഉൾപ്പെടുത്തും. പ്രഭാത ഭക്ഷണ മെനുവിൽ പാലപ്പം, വെജ് കുറുമ, ഇടിയപ്പം, മുട്ടക്കറി എന്നിവയും ലഘുഭക്ഷണങ്ങളായി പഴംപൊരി, പരിപ്പുവട, ഉണ്ണിയപ്പം, നെയ്യപ്പം എന്നിവയും ഉൾപ്പെടുത്തും. മധുരപലഹാരങ്ങളിൽ നിലവിലെ കേസരിക്ക് പുറമെ ഗുലാബ് ജാമുൻ, മഫിൻ, ബനാന കസ്റ്റർഡ്, ഫ്രൂട്ട് ട്രൈഫിൾ എന്നിവയും ശുപാർശ ചെയ്തിട്ടുണ്ട്. യാത്രക്കിടെ വസ്ത്രങ്ങളിൽ കറികൾ വീഴുന്നത് ഒഴിവാക്കാനായി ഗ്രേവിയുടെ കട്ടി കൂട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാസിനോ ഗ്രൂപ്പിന്റെ CAFS ഇന്ത്യൻ റെയിൽവേയിൽ ഭക്ഷണ വിതരണം നടത്തുന്ന ആദ്യ എയർലൈൻ കാറ്ററിംഗ് കമ്പനിയാണ്. വരും മാസങ്ങളിൽ യാത്രക്കാർക്ക് മികച്ച ഭക്ഷണ അനുഭവം ഉറപ്പാക്കാനാണ് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കൂടാതെ മറുവശത്ത് യാത്രക്കാർക്ക് ഇരട്ടി പ്രഹരം നൽകുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഒരു വശത്ത് ദീർഘദൂര ട്രെയിനുകളുടെ നിരക്ക് വർദ്ധിക്കുമ്പോൾ മറുവശത്ത് നിശ്ചിത ഭാരത്തേക്കാൾ കൂടുതൽ ലഗേജ് കൊണ്ടുപോകുന്നവർക്കെതിരെ അധിക ചാർജ് ഏർപ്പെടുത്താനാണ് ഒരുങ്ങുന്നത്. ഡിസംബർ 26 മുതലാണ് ഇന്ത്യൻ റെയിൽവേ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു. ജനറൽ ക്ലാസിൽ 215 കിലോമീറ്റർ കൂടുതലുള്ള ദൂരത്തിന് കിലോമീറ്ററിന് 1 പൈസയും, സ്ലീപ്പർ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളുടെ എല്ലാ AC ക്ലാസുകളിലും കിലോമീറ്ററിന് 2 പൈസയുമാണ് വർദ്ധിപ്പിക്കുന്നത്. അതായത് 500 കിലോമീറ്റർ സ്ലീപ്പർ യാത്രയ്ക്ക് ഏകദേശം 10 രൂപ അധികം കൊടുക്കേണ്ടി വരുമല്ലോ. അതേസമയം വിമാനങ്ങളിൽ എന്ന പോലെ ട്രെയിനുകളിലും നിശ്ചിത പരിധിയേക്കാൾ കൂടുതൽ ലഗേജ് കൊണ്ടുപോകുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ. ട്രെയിനുകളിൽ നിശ്ചിത ഭാരത്തിൽ കൂടുതൽ കൊണ്ടുപോകുന്നത് സഹയാത്രക്കാർക്ക് അസൗകര്യമുണ്ടാക്കുന്നു എന്നതാണ് റെയിൽവേയുടെ ന്യായം. ഇതിന് അധിക ചാർജ് ഈടാക്കും. 2ാം ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന് 35 കിലോഗ്രാം ലഗേജ് സൗജന്യമായും 70 കിലോഗ്രാം വരെ അധിക ചാർജ് നൽകിയും കൊണ്ടുപോകാനാണ് അനുവാദമുള്ളത്. സ്ലീപ്പർ ക്ലാസ് യാത്രയ്ക്ക് 40 കിലോഗ്രാം സൗജന്യമായും 80 കിലോഗ്രാം ചാർജ് നൽകിയും കൊണ്ടുപോകാം. AC 3 ടയർ അല്ലെങ്കിൽ ചെയർ കാറിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് 40 കിലോഗ്രാം സൗജന്യ അലവൻസ് അനുവദിച്ചിട്ടുണ്ട്. ഇത് പരമാവധി പരിധി കൂടിയാണ്. ഫസ്റ്റ് ക്ലാസ് AC 2 ടയർ യാത്രക്കാർക്ക് 50 കിലോഗ്രാം ലഗേജ് സൗജന്യമായും പരമാവധി 100 കിലോഗ്രാം വരെയും കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. AC ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് 70 കിലോഗ്രാം സൗജന്യമായിട്ടും 150 കിലോഗ്രാം വരെ ചാർജ് ഈടാക്കിയും കൊണ്ടുപോകാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.